നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഭാരതീയ ജനതാ പാർട്ടി വല്ലച്ചിറ പഞ്ചായത്ത് കാര്യാലയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ ദീനബന്ധു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ YMCAയുടെ നേതൃത്വത്തിൽ 2024-25 വിദ്യാഭ്യാസ വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. കാലടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ ഡെൽറ്റോ എൽ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഭാരതീയ ജനതാ പാർട്ടി വല്ലച്ചിറ പഞ്ചായത്ത് കാര്യാലയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തിനകത്ത് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഏറെ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഈശ്വരീയ ചൈതന്യമുള്ള സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവുമുള്ള ഒരു ഓഫീസായിട്ട് വലിയ വിജയത്തിന്റെ പടവ് കയറുവാൻ സഹായിക്കുന്ന ചർച്ചകൾക്ക് സാന്നിധ്യമാവേണ്ട ഒരു ഓഫീസായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ വല്ലച്ചിറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ പഞ്ചായത്ത് ഭരണത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ സ്വാധീനമുള്ള ഒരു കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച വിജയം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. അതായത് ജയിക്കുക, ശക്തി തെളിയിക്കുക എന്നത് ഏറ്റവും നിർണായകമായി അത് എത്തിപ്പെടേണ്ടത് ഭരണത്തിലെത്താൻ വേണ്ടി സാധിക്കുന്ന ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം എന്റെ സഹപ്രവർത്തകർ നടത്തണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുമേഷ്, മണ്ഡലം പ്രസിഡന്റ് അരുൺ കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി റിൻസൻ, ട്രഷറർ വിജയൻ, അനൂപ്, ഷാബു, മുരളി, വാർഡ് മെമ്പർമാരായ രാജൻ, വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ ദീനബന്ധു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്യാമ്പിൽ നമുക്ക് മരുന്ന് കൊടുത്ത് അതിന്റെ ഇൻ കേസ് അതിന്റെ തുടർ ചികിത്സ വല്ലതും ആവശ്യമാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പം അത്തരം ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ക്യാമ്പിനുണ്ട്. പിന്നെ വളരെ കാലങ്ങളായിട്ട് ഇപ്പോൾ 10-12 കൊല്ലമായി സെക്രട്ടറി പറയുന്നത് കേട്ടു. അപ്പോൾ ഇത്രയും കാലങ്ങളായി തുടർന്ന് തന്നെ ഒരു വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ തുടർന്ന് പറഞ്ഞ ഈ ഒരു ക്യാമ്പിനും ഈ ഒരു ഇതിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരിക പേര് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ശാഖാ പ്രസിഡന്റ് ജയകൃഷ്ണൻ ടി മേപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി രാജേഷ് അവണിശ്ശേരി, ഡോക്ടർ രേഷ്മ, ശാന്തകുമാരി ടീച്ചർ, ലക്ഷ്മണൻ കറുകയിൽ, മാധവൻ ചെറുശ്ശേരി, കൃഷ്ണൻ എടുത്തെടുത്ത്, വിഷ്ണു അവണിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. വളരെ കാലങ്ങളായിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു വരുന്നുണ്ട്. അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴക്കാല സമയത്ത് പ്രത്യേകിച്ച് ആയുർവേദം നിങ്ങൾക്ക് തരുന്ന ആ ഒരു സൗഖ്യം, അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി
ദിനചര്യ ആയാലും ഋതുചര്യ ആയാലും അതുപോലെ പാലിക്കുക. അതുപോലെ തന്നെ എന്ത് മുന്നോട്ടുള്ള ചികിത്സകൾക്കാണെങ്കിലും വൈദ്യരത്നം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ആരോഗ്യം കാത്തുരക്ഷിക്കാനായി എന്നും വൈദ്യരത്നം കൂടെ ഉണ്ടാവും. ചൊവ്വൂർ YMCAയുടെ നേതൃത്വത്തിൽ 2024-25 വിദ്യാഭ്യാസ വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. കാലടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ ഡെൽറ്റോ എൽ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഒരു 10-20 വർഷത്തിന് ശേഷം ചീഫ് ഗസ്റ്റായി വരാൻ പറ്റിയെന്നത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കൂടെ ചീഫ് ഗസ്റ്റായിട്ട് വരണം. അപ്പോൾ എനിക്ക് വേദിയിൽ ഇരിക്കാനൊക്കെ പറ്റിയാൽ കാണാനൊക്കെ പറ്റി കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാം. പിന്നെ നമ്മളിപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ ചുറ്റും പരിസരത്ത് തന്നെ അതിഭീകരമായ സക്സസ് നേടിയ ആളുകളുണ്ട്. പ്രത്യേകിച്ചിപ്പോൾ അക്കാഡമിക് എക്സലൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ MBBS സ്ട്രീം ആണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണെങ്കിൽ IIM, അല്ലെങ്കിൽ IIT, അല്ലെങ്കിൽ ISEF ബാംഗ്ലൂർ, തിരുവനന്തപുരം, അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അഡ്മിഷൻ കിട്ടാവുന്ന ഡ്രീമാണ്. പലരും അതിൻ്റെ കോച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ. പ്രസിഡന്റ് ജോബി ജോർജ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. കേരള കാത്തലിക് ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BEdന് 3rd റാങ്ക് കരസ്ഥമാക്കിയ സാന്ദ്ര ശോഭിയെ യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. സെക്രട്ടറി ജോസഫ് പുളിക്കൻ, പ്രോഗ്രാം കൺവീനർ EP ജോസഫ് മാസ്റ്റർ, വിമൻസ് ഫോറം കൺവീനർ ലീന ലാസർ, ഹൈസ്കൂൾ YMCA പ്രസിഡന്റ് ജസ്മരിയ ആൻഡോ, പഞ്ചായത്ത് മെമ്പർമാരായ വനജ, ജോസ് ചാക്കേരി എന്നിവർ സംസാരിച്ചു. YMCA ട്രഷറർ പോൾസൺ മാറോക്കി, വിമൻസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ഹൈവൈ വൈസ് പ്രസിഡന്റ് ഗ്രേസ് ജോ സിജോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് യൂണിയൻ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ പാർലം പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CG സിനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയണം. അപ്പൊ ആ പ്രതിസന്ധികളെ ഒക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പാർലത്തെ നല്ല മിടുക്കുകളും മിടുക്കന്മാരുമായിട്ടുള്ള തൊഴിലാളികള് എന്താണ് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെ എത്തി 100 തൊഴിൽ ദിനങ്ങൾ നേടിയിരിക്കാം. ഒരാള് രണ്ടാളല്ല, എത്ര പേരാ? 347 പേര് അല്ലെ? 347 പേര്. അവരെല്ലാവരും കൂടെ എത്തിയിട്ടില്ല അല്ലെ? എന്താണാവോ കാരണം? എന്തുവരാവട്ടെ. അപ്പൊ നല്ല കയ്യടി നമുക്കറിയാം, നമ്മൾ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നല്ല കയ്യടി ആർക്കാണ്? നമുക്ക് ചില്ലറക്കാരല്ല ഇരിക്കുന്ന ആൾക്കാര്, മിടുക്കികളും മിടുക്കന്മാരുമാണ്. അപ്പോ 100 തൊഴിൽ ദിനങ്ങൾ നേടുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സമയത്ത് ഒരുപാട് നിബന്ധനകള് മാനദണ്ഡങ്ങള് നമ്മൾ പണിയെടുക്കുന്ന മേഖലയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോ ഇത് നേടുക എന്ന് പറയുന്നത് ഒരു ഒട്ടും നിസ്സാരമായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ സമ്മാനമൊക്കെ തന്ന് ആദരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പ്രത്യേകം പാർലം പഞ്ചായത്ത് കമ്മിറ്റിക്ക്, ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. യൂണിയൻ പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. BJP സർക്കാർ ഇന്ത്യ രാജ്യത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി മതേതര കക്ഷികളുടെ ഒരു കൂട്ടായ്മയുണ്ടായി. ആ കൂട്ടായ്മയിൽ ഇടതുപക്ഷത്തു നിന്നുള്ള 62 MP-മാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു ആ സർക്കാർ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത്. ആ 62 MP-മാരുടെ പിന്തുണ കൊടുത്തത് ജനങ്ങളെ ബാധിക്കുന്ന, തൊഴിലാളികളെ ബാധിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അത് ഏറ്റവും ആദ്യം ഇടതുപക്ഷം 62 MP-മാർ അത് മുൻകൈയെടുത്തത്. നമ്മൾ ഏറെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ അച്ഛന്മാരെയും അമ്മമാരെയും 365 ദിവസത്തിൽ 100 തൊഴിൽ ദിനങ്ങളെങ്കിലും
അവർക്ക് ഒരു വർഷം സംഭാവന ചെയ്യാൻ ഇത്തരം ഒരു പദ്ധതി തുടങ്ങണമെന്ന് ഏറ്റവും ആദ്യം ഇത് നിർബന്ധം പിടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനം. 2024 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധാഗ്നി സംഘടിപ്പിക്കാൻ യൂണിയൻ പാർലം പഞ്ചായത്ത് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, യൂണിയൻ ചെർപ്പ് ഏരിയ സെക്രട്ടറി രതി അനികുമാർ, യൂണിയൻ ചെർപ്പ് ഏരിയ ജോയിന്റ് സെക്രട്ടറി TG വിനയൻ, പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ, വാർഡ് മെമ്പർ സ്മിനു മുകേഷ് എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ സർക്കാർ നിശ്ചയിച്ച പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും പൊതുയിടങ്ങൾ ശുചീകരിക്കുക, ഒപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഓഫീസുകളും ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പൊതുയിട ശുചീകരണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വല്ലച്ചിറ സെൻറ്ററിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ, അതുപോലെ തന്നെ ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരുടെയൊക്കെ സംയുക്തമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് നമ്മൾ ശുചീകരണ പ്രക്രിയ ആരംഭിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ PS, പഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നു. ബാലസംഘം വല്ലച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് പാർട്ടി വിത്ത് മൂൺ പരിപാടി സംഘടിപ്പിച്ചു. പ്രശസ്ത സംവിധായകൻ അനിൽ പരക്കാട് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രണവ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കോർഡിനേറ്റർ അലക്സി, ജില്ലാ ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് KV ബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മദനമോഹനൻ, യൂണിറ്റ് കൺവീനർ ജയലക്ഷ്മി, ഏരിയ എക്സിക്യൂട്ടീവ് അശ്വതി, ആറാട്ടുപുഴ സെക്രട്ടറി ദീപക് എന്നിവർ സംസാരിച്ചു. മൂന്നാം വർഷ തിളക്കത്തിൽ നിൽക്കുന്ന ഒല്ലൂർ എടക്കുന്നി കുമ്മാട്ടി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ കുമ്മാട്ടി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. മേളകുലപതി സർവശ്രീ കിഴക്കൂട്ട് അനിയന്മാരാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സച്ചിൻ നായർ, സെക്രട്ടറി ഹരിപ്രസാദ്, ട്രഷറർ ദേവപ്രസാദ്, കൃഷ്ണപ്രസാദ്, ആദർശ് NK, ബിജു തെക്കേടത്ത്, സന്തോഷ് PS, ശങ്കരൻകുട്ടി മങ്ങാട്ട്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 7-നാണ് കുമ്മാട്ടി മഹോത്സവം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി സാന്ദ്രമായി. സൂര്യ കാലടി മന പരമേശ്വരൻ ഭട്ടത്തിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജരാജൻ എറണാകുളം ശിവകുമാറിനെ ക്ഷേത്ര മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി കാനാടിക്കാവ് ഗജവീരരത്നം പട്ടം നൽകി ആദരിച്ചു. മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ആദ്യ ഉരുള നൽകിക്കൊണ്ടായിരുന്നു ആനയൂട്ട്. ഔഷധക്കൂട്ട് അടങ്ങിയ ദ്രവ്യങ്ങളും ചോറും, കരിമ്പ്, പൈനാപ്പിൾ, മറ്റ് പഴവർഗ്ഗങ്ങൾ എന്നിവയായിരുന്നു ആനയൂട്ട് ദ്രവ്യങ്ങൾ. ചെർപ്പുളശ്ശേരി അയ്യപ്പൻ, നന്ദിലത്ത് ഗോവിന്ദക്കണ്ണൻ, പുതുശ്ശേരി വിജയൻ, തിരുവാണിക്കാവ് രാജഗോപാലൻ, ഗീതാഞ്ജലി പാർത്ഥസാരഥി, കൊല്ലംകോട് നീലകണ്ഠൻ, ഗജഛത്രപതി, നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ, തൊട്ടയ്ക്കാട്ട് കുഞ്ഞുലക്ഷ്മി, കൊളക്കാടൻ ഗണപതി, പുത്തൂർ ദേവിനന്ദനൻ, നീലകണ്ഠപ്രിയൻ, മഹാലക്ഷ്മി ശിവൻ തുടങ്ങി 17 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഭക്തരും ആനപ്രേമികളും എത്തിച്ചേർന്നു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി, സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് ചാടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിയുടെ 4ാം ഘട്ട വിതരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാളക്കരയുടെ വാർത്തയിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി
ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ദിവസത്തെ മാധ്യമങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം നടത്തിയ വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവസാനം ഒരു സഹോദരിയെ തൂക്കിലേറ്റാൻ വേണ്ടി യമനിൽ കാത്തു നിൽക്കുമ്പോൾ ആ സഹോദരിക്ക് വേണ്ടി സംസാരിച്ചതും ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളതാണ്. അതും ഇപ്പോഴും വാർത്തയാണ്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ രാഹുൽ ഗാന്ധി വന്നു ചേർന്നിരിക്കുകയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇതിനു മുന്നേ EMS ഭൂരിപ്പാടും EK നായനാരും K കരുണാകരനും തുടങ്ങിയ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ മരണമൊക്കെ സംഭവിച്ചെങ്കിലും അവരുടെ ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ വിയോഗത്തിന് ശേഷം സംഘടനകൾ നടത്തുന്ന പരിപാടികൾ വിട്ട് പൊതുസമൂഹങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ഉമ്മൻചാണ്ടിയെ മരണത്തിന് ശേഷം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ചെയർ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, PK ഇബ്രാഹിം, CM പരമശിവൻ, അശോക് കോമത്തുകാട്ടിൽ, KK രാജേഷ്, ജോൺ ജേക്കബ്, ഹിമ ആന്റണി, ഷീബ ഫ്രാൻസിസ്, അബ്ദുൽ സലാം കക്കേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 100ഓളം പേർക്കുള്ള പെൻഷൻ വിതരണവും നടത്തി. തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CT അനിത അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തൊട്ട് 4 ഇയർ ഡിഗ്രി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഇയർ ഡിഗ്രിയുടെ പ്രാധാന്യം മിക്കവാറും പാരൻസും കുട്ടികളും സമൂഹവും അതിനെ എത്രത്തോളം മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോഴും നമ്മൾക്ക് കോളേജിൽ അഡ്മിഷൻ വരുന്ന കുട്ടി ടീച്ചറെ ഇവിടെ എന്താണ് എലക്റ്റീവ്, ടീച്ചറെ ഇവിടെ എന്താണ് മെയിൻ എന്നൊക്കെ ചോദിച്ചാൽ വരണേ. അപ്പൊ ഈ 4 ഇയറില് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മളുടെ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്ന കോഴ്സ്, അതായത് ഈ ഫോറിൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലും എല്ലാം പോയി അവർ അക്വയർ ചെയ്യുന്ന സെയിം ഡിഗ്രി അവർക്ക് നമ്മുടെ നാട്ടിൽ എടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ ഈ NEP വഴിയും ഈ 4 ഇയർ ഡിഗ്രി വഴി നമ്മുടെ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിനയ പ്രസാദ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ T നിർമ്മല, ശൈലേഷ് PD, ബാലൻ കൊപ്പാര, ഖാദർ കുഞ്ഞി, ബൈജു നമ്പി കാര്യാട്ട്, സ്മിത്ത് EVS, PR രമേശ്, ഹബീല, വിജേഷ് MA, സെക്രട്ടറി സിമി PS എന്നിവർ സംസാരിച്ചു. മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപം റോഡ് ഇടിഞ്ഞു. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞത്. ഇതുവഴിയുള്ള വാഹനയാത്രയും പാലവും അപകടാവസ്ഥയിലാണുള്ളത്. മലയോര ഹൈവേ കടന്നു പോകുന്ന മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപം ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് ഇടിഞ്ഞിറങ്ങി റോഡിന്റെ സംരക്ഷണ ഭിത്തിയടക്കം ഇടിഞ്ഞത് ഇതുവഴിയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തലാക്കി. സ്കൂൾ വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡിന് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ചില രാഷ്ട്രീയ തൽപര കക്ഷികൾ നിർമ്മാണ പ്രവർത്തനം തടസ്സം നിൽക്കുന്നതിന്റെ ഭാഗമായി റോഡ് നിർമ്മാണം നടക്കുന്നില്ല. റോഡിന്റെ ഇരുവശങ്ങളും വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയും കോടതിയിൽ ചിലർ പോയതിന്റെ ഫലമായി നാടിന്റെ അഭിലാഷമായ മലയോര ഹൈവേ വഴിയാധാരമായ അവസ്ഥയാണ് എന്ന് സ്ഥലം സന്ദർശിച്ച പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. റോഡിന്റെ സമീപവാസികൾ സ്ഥലം വിട്ടു തന്നാൽ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു. റോഡ് നിർമ്മാണം തടസ്സം നിൽക്കുന്ന ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. റോഡ് പൂർണ്ണമായി തകർന്നാൽ ഒരു ഗ്രാമം തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. വള്ളൂർ ഭാഗത്തേക്കുള്ള ബസ് സർവീസ് നിർത്തിയതോടെ ജനങ്ങൾ ദുരിതത്തിലായെന്ന് നാട്ടുകാർ പറയുന്നു. കിണറിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴും മുമ്പേ മാൻകുഞ്ഞിന് വന്യജീവി സംരക്ഷകനായ ലിജോ കാച്ചേരിയുടെ രക്ഷാകരങ്ങളിൽ പുതുജീവൻ നൽകി. ശ്വാസവും ഹൃദയമിടിപ്പും നിലച്ച മാൻകുഞ്ഞിന് കിണറിനകത്ത് കയറിൽ തൂങ്ങിക്കിടന്ന് CPR നൽകിയാണ് ജീവൻ നൽകിയത്. വെള്ളിയാഴ്ച വൈകിട്ട് ചെന്നായിപ്പാറ ചൂരയിൽ ആന്റണിയുടെ വീട്ടുവളപ്പിലെ കിണറിലാണ് മാൻകുഞ്ഞ് അകപ്പെട്ടത്. കിണറിന്റെ അടുത്ത് അമ്മ മാനിനെയും 2 കുഞ്ഞുങ്ങളെയും കണ്ട് ആന്റണിയുടെ ഭാര്യ മകനെയും കൂട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നതാണ്. അമ്മ മാനും ഒരു കുഞ്ഞും ഓടിപ്പോയി. ഉയരം കുറഞ്ഞ കൈവരിയുള്ള കിണറിൽ ഒരു മാൻകുഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ട ആന്റണിയുടെ ഭാര്യ ഉടനെ വനംവകുപ്പ് മാന്നാമംഗലം റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചു.
കിണറിൽ നിന്ന് പാമ്പിനെയും മൃഗങ്ങളെയും രക്ഷപ്പെടുത്തുന്നതിൽ വിദഗ്ധനായ ലിജോയെയും കൂട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ 4 ഉദ്യോഗസ്ഥർ അരമണിക്കൂറിനുള്ളിൽ സ്ഥലത്തെത്തി. മാൻകുഞ്ഞു മുങ്ങിത്താഴാൻ തുടങ്ങിയ ഉടനെ റോപ്പ് ക്ലാംബ്ലിംഗ് മുഖേന തൂങ്ങിയിറങ്ങിയ ലിജോ മാൻകുഞ്ഞിനെ കൈകളിലാക്കി. ശ്വാസവും ഹൃദയമിടിപ്പും നിലച്ച അവസ്ഥയിലായിരുന്ന മാൻകുട്ടിക്ക് വായ്കൊണ്ട് കൃത്രിമ ശ്വാസം നൽകി. പിന്നെ നെഞ്ചിന്റെ ഭാഗത്ത് അമർത്തി. അനക്കം വെച്ചപ്പോൾ വേഗം കരയ്ക്ക് എത്തിച്ചു. കൂടുതൽ ശുശ്രൂഷ നൽകിയപ്പോൾ നടക്കാനുള്ള ആരോഗ്യം മാൻകുഞ്ഞിന് കിട്ടി. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങ് മാറി അമ്മയും കുഞ്ഞും നിൽപ്പുണ്ടായിരുന്നുവെന്ന് ലിജോ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ KS അനിൽകുമാർ, പ്രവീണ നായർ, MB ബിജേഷ്, അരുൺ ഗോപി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് കാലിലൂടെ കയറിയിറങ്ങി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഒറ്റപ്പിലാവ് സ്വദേശിനി വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ 61 വയസ്സുള്ള നിർമ്മലയ്ക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. ബസ്സിൽ നിന്ന് ഇറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്തു വീണ ഇവരുടെ കാലിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കാലിനു സാരമായ പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചേർപ്പ് കോഞ്ചാത്ത് മാധവൻ നായർ മകൻ ഗംഗാധരൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഭാര്യ സരോജാദേവി, മക്കൾ രജീഷ്, രജനി, മരുമക്കൾ അഞ്ജന, വിഷ്ണു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9170 രൂപ, പവന് 73,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഭാരതീയ ജനതാ പാർട്ടി വല്ലച്ചിറ പഞ്ചായത്ത് കാര്യാലയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വള്ളിശ്ശേരി ശാഖ ദീനബന്ധു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ YMCAയുടെ നേതൃത്വത്തിൽ 2024-25 വിദ്യാഭ്യാസ വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. കാലടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ R. ഡെൽറ്റോ എൽ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.